ഇന്നലെയും ഇന്നത്തേതുപോലെ തന്നെ പകൽ കാര്യമായ പ്രശ്നമുണ്ടായിരുന്നില്ല. ക്ഷമിക്കണം, പകൽ കാര്യമായ പ്രശ്നമുണ്ടായിരുന്നില്ല. എന്നാൽ രാത്രി 8:30 കൂടിയാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യയുടെ പഞ്ചാബ്, രാജസ്ഥാൻ, ഒപ്പം തന്നെ ജമ്മു കാശ്മീർ സംസ്ഥാനങ്ങളിലെ പല ഭാഗങ്ങളിലേക്ക് ആക്രമണം അഴിച്ചുവിടുന്ന ഒരവസ്ഥ ഉണ്ടായത്. ഇന്നും ഇരുള് വീഴാൻ പോകുന്നു. ഈ ഘട്ടത്തിലാണ് നമ്മൾ എന്താണ് ഇന്നലെ നടന്നതെന്ന് സംബന്ധിച്ച ചില അവ്യക്തമായ ചിത്രം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. പാകിസ്ഥാൻ ഏതു തരത്തിലുള്ള ആക്രമണമാണ് നടത്തിയത്, പാകിസ്ഥാന്റെ 2 പൈലറ്റുമാർ ഇന്ത്യയുടെ പിടിയിലുണ്ട്, കസ്റ്റഡിയിലുണ്ട് എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. അത് ഉണ്ടോ, യഥാർത്ഥത്തിൽ ആരൊക്കെയാണ്, എന്താണ് സംഭവിച്ചത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ വ്യക്തമായ മറുപടി ലഭിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, നമ്മുടെ പ്രതിരോധ സേനയുടെ ഭാഗത്ത് നിന്ന് ഒരു ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് നമുക്ക് ലഭിക്കണം. വൈകിട്ട് 5:30 വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനം വിളിച്ചത്. ആ വാർത്താ സമ്മേളനത്തിൽ വെച്ച് എന്താണ് ഇന്നലെ രാത്രി 8:30 മുതൽ ഏതാണ്ട് 8-9 മണിക്കൂർ നേരം നമ്മുടെ അതിർത്തി പ്രദേശത്ത് നടന്നത് എന്നതിൻ്റെ കൃത്യമായ വിശദീകരണം ഉണ്ടാവും. നമ്മൾ ഇന്ന് രാവിലെ ഉറിയിൽ നിന്നും പുഞ്ചിൽ നിന്നും ഒക്കെ വന്ന ദൃശ്യങ്ങൾ കണ്ടതാണ്. നമ്മുടെ ഭാഗത്ത്, ഇന്ത്യയുടെ ഭാഗത്ത് നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട്. ഇനി അവിടെ വാസം സാധ്യമാവാത്ത പോലെ തകർന്നു പോയിട്ടുണ്ട്. കടമുറികൾ ഇല്ലാതായി പോയിട്ടുണ്ട്. വാഹനങ്ങൾ തകർന്നിട്ടുണ്ട്. അതായത് ഒരു ജീവിതകാലം മുഴുവൻ മനുഷ്യന് സമ്പാദിച്ച മുഴുവൻ സാധനങ്ങളും പാകിസ്ഥാന്റെ ആക്രമണത്തിൽ തകർന്നില്ലാതായി പോയ കാഴ്ചയുണ്ട്. ആ ഭാഗത്ത് ജനങ്ങളൊക്കെ സുരക്ഷിതരാണോ, ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ, നമ്മുടെ സൈനികരൊക്കെ സുരക്ഷിതരാണോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കാനുള്ള കാത്തിരിപ്പ് കൂടിയാണ് 5:30 വരെ. അതായത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അനൂപ് ദാസ്, അതായത് പ്രത്യേക സാഹചര്യങ്ങൾ വിലയിരുത്താൻ പോവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിർത്തി പ്രദേശങ്ങൾ സംബന്ധിച്ച് അതിർത്തി സംസ്ഥാനങ്ങളിൽ പ്രത്യേക ജാഗ്രത, അതാണ് രാജസ്ഥാനിൽ ഇപ്പോൾ സ്വീകരിക്കുന്നത്, പഞ്ചാബിൽ സ്വീകരിക്കുന്നത്. അവിടുത്തെ മുഖ്യമന്ത്രിമാരെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നു, ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഗുജറാത്തിൽ നമ്മൾ കണ്ടതാണ്, നേരത്തെ അനൂപ് ദാസ് തന്നെ അറിയിച്ചതാണ്, ഗുജറാത്തിൽ എത്രത്തോളം ജാഗ്രതാ നടപടികൾ സ്വീകരിക്കുന്നു. അത് നേരത്തെ തന്നെ ഇത്ര നിർദ്ദേശങ്ങൾ നൽകിയെങ്കിലും ഇപ്പോഴത്തെ സവിശേഷമായ സാഹചര്യത്തിലാണോ അനൂപ് ദാസ് കൂടുതൽ നിർദ്ദേശങ്ങളും ജനജീവിതത്തെ ബാധിക്കാത്ത തരത്തിൽ ഒരു ജാഗ്രതാ നിർദ്ദേശങ്ങൾ, സ്വയം കരുതലായി സ്വീകരിക്കേണ്ട മാർഗങ്ങൾ, പിന്നീട് ഈ പറയുന്ന അനുബന്ധമായ ഇൻഫ്രാസ്ട്രക്ചർ അത് കൂടുതൽ ഉണ്ടാകുക, നിലവിലെ സാഹചര്യങ്ങൾ അത് നമുക്ക് സജ്ജമാണോ, അല്ലെങ്കിൽ അതെല്ലാം തന്നെ കൈകാര്യം ചെയ്യാൻ തക്ക രീതിയിലാണോ, അങ്ങനെയൊക്കെയുള്ള വിലയിരുത്തലുകൾ അതിവേഗം ശീഘ്രം തന്നെ ഉണ്ടാകണമെന്നാണോ ഈ പറഞ്ഞ 4 സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത്? അതെ, സാധാരണഗതിയിൽ പാകിസ്ഥാനുമായി നമ്മുടെ ആക്രമണം അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടൽ, സംഘർഷമൊക്കെ ഉണ്ടാവാറ് ജമ്മു കാശ്മീർ മേഖലയിലാണ് കൂടുതലായിട്ടും. നമ്മൾ ഈ വെടിനിർത്തൽ കരാർ ലംഘനങ്ങളെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ അതൊക്കെ കൂടുതലായും ഈ ഉറി, പൂഞ്ച് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് കാണാറ്. പക്ഷേ ഇന്നലെ പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചത് നമ്മുടെ ജയ്സാൽമീർ, അതായത് രാജസ്ഥാന്റെ ഭാഗമായിട്ടുള്ള ജയ്സാൽമീർ, ഒപ്പം തന്നെ ഗുജറാത്തിന്റെ ചില ഭാഗങ്ങൾ, ഒപ്പം പഞ്ചാബിന്റെ ചില ഭാഗങ്ങൾ തുടങ്ങിയിട്ടുള്ള ഇടങ്ങളിലാണ്. അതുകൊണ്ടാണ് ഈ മേഖലയിലാകെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണം. ഒരാക്രമണം ഉണ്ടായാൽ തടയാനുള്ള സംവിധാനം വേണം, ജനങ്ങളെ സംരക്ഷിക്കാനുള്ള സംവിധാനം വേണം, ആശുപത്രികളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപ് രാജസ്ഥാനിലെയും പഞ്ചാബിലെയും മുഖ്യമന്ത്രിമാരുമായിട്ട് സംസാരിച്ചത്. ഈ മുഖ്യമന്ത്രിമാർ ഉദ്യോഗസ്ഥരെയും ഒപ്പം തന്നെ ജനപ്രതിനിധികളെയും വെച്ച് അവലോകന യോഗങ്ങൾ ചേർന്നിട്ടുണ്ട്. അതിന് പുറമെ ഗുജറാത്തിൽ മുഖ്യമന്ത്രി യോഗം ചേർന്നിട്ടുണ്ട്, ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒപ്പം ഇതിന് മാത്രമല്ല, ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രി നേരിട്ട് അദ്ദേഹം ജമ്മുവിലേക്ക് പോയി കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന അല്പസമയത്തിനകം നമുക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് വ്യക്തമായ രീതിയിൽ കേൾക്കാൻ കഴിയും. 5:30 വാർത്താ സമ്മേളനം നടക്കും.